ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയത്ത്. 6 കോടിയോളം രൂപ അതിൽ കേരള ബാങ്കിന്റെയാണ്. അവർ കാണിച്ച നടപടി ഏറ്റവും മാതൃകാപരമാണ്. ആ നടപടി തുടരാൻ കേന്ദ്ര ഗവൺമെന്റും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും തയ്യാറാകണം. എന്ന് മാത്രമല്ല, കോടതി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് 2018 മുതൽ ആവശ്യപ്പെട്ടിട്ടും കേരളത്തിന് അതിസൂക്ഷ്മ ലിഡാർ ഡാറ്റ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അതിവേഗം ആ ഡാറ്റ കൊടുക്കണം. ചുരുക്കത്തിൽ കേരളത്തിനെ ഒരു വിധത്തിലും സഹായിക്കാനാകില്ല എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അതിക്രൂരമായ സമീപനം, മനുഷ്യത്വ വിരുദ്ധമായ സമീപനം മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തും ഇനി നടപ്പിലാക്കും എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലൊരു വലിയ ജനവികാരം ഉണ്ടാകേണ്ട പ്രശ്നമാണ്. ഉറപ്പിച്ചു പറയാം, ഈ പ്രശ്നങ്ങൾ ഏതു വിധത്തിലും പരിഹരിക്കും. അവിടുത്തെ കടബാധിതരെയും ഗവൺമെന്റ് ഒറ്റയ്ക്കാക്കില്ല. എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾ കേന്ദ്രത്തിനോട് ചോദിക്കുന്നത്? അത് കേരളത്തിന്റെ അവകാശമാണ്. 3.5 കോടി മലയാളി, കേരളം എന്ന നാട്ടിൽ മലയാളം ഭാഷയായി ജീവിക്കുന്ന മലയാളി ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കണ്ടേ? കേരളത്തിൽ ലഭ്യമാകുന്ന ഒരു അവകാശത്തിന് വേണ്ടി നിരന്തരമായി കേരളം ചോദ്യം ചോദിക്കുന്ന ഒരു തെറ്റാണോ? കേന്ദ്ര ഗവൺമെന്റ് ആ കടബാധിതരെ ഒറ്റപ്പെടുത്താനുള്ള നടപടി തുടർച്ചയായി സ്വീകരിക്കുകയും ഈ പ്രശ്നങ്ങളിൽ ഇനി തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ കേരളത്തിന്റെ വഴി നോക്കും. ആ കടബാധിതരുടെ പ്രശ്നം പരിഗണിക്കും. ആ കടബാധിതരെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് ഈ തീരുമാനമെടുത്താൽ അവരുടെ സിബിൽ സ്കോറിനെ പിന്നെ അത് ബാധിക്കില്ല. അല്ലെങ്കിൽ കടമടച്ചാലും പണമടച്ചാലും അവരുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. ഞാൻ ഈ നേരത്തെ വായിച്ച പോർഷൻ അനുസരിച്ച് കടമെഴുതി തള്ളിയാൽ പുതിയ കടമെടുക്കാനുള്ള അവകാശം പോലും അവർക്ക് നിലനിൽക്കും. സിബിൽ സ്കോറിനെ ബാധിക്കില്ല. പണമടയ്ക്കൽ മാത്രമല്ല പ്രശ്നം, അത് കേരളത്തിന്റെ ഒരു അവകാശമാണെന്ന് മാത്രമല്ല, ഈ മേഖലയിലെ ജനങ്ങൾക്ക് തുടർ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ലോണുകൾ പിന്നെയും എടുക്കാൻ സിബിൽ സ്കോറിനെ ബാധിക്കാത്ത വിധത്തിലൊരു നടപടി വേണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് ഇന്ന് കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ഉറപ്പിച്ച് ആ നിലപാട് വേണം എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. കേന്ദ്രത്തിന്റെ മനുഷ്യത്വരഹിതമായ, കണ്ണിൽ ചോരയില്ലാത്ത എല്ലാ ഘട്ടത്തിലും ഇത് തുടരുകയല്ലേ. മെമ്മോറാണ്ടത്തിനോട് ഇതേ സമീപനം, PDNA-യോട് ഇതേ സമീപനം, ബഡ്ജറ്റിൽ ഇതേ സമീപനം, കേവലം ലോൺ മാത്രമായി കേരളത്തെ ഒതുക്കുന്ന വിധത്തിലുള്ള നയസമീപനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും, ഗവൺമെന്റിന് മാത്രമല്ല മലയാളിക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കേണ്ടി വരും. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് മിനിസ്റ്റർ പറഞ്ഞ പോലെ ദുരന്ത നിവാരണ നിയമത്തിൽ കടം എഴുതിത്തള്ളാൻ വ്യവസ്ഥയുണ്ട്. എഴുതിത്തള്ളാത്ത ബാങ്കുകളുടെ നടപടി ഹൃദയശൂന്യതയാണ് എന്ന തരത്തിലുള്ള കടുത്ത വിമർശനങ്ങളുണ്ട്. കോടതി ആ കടുത്ത വിമർശനത്തിനോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 13 അനുസരിച്ച് അത് നിർദ്ദേശിക്കേണ്ടത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അതൊരു റൈറ്റാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ ആക്ടിലെ ഒരു റൈറ്റാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ അഭിപ്രായം പറയാൻ. നേരത്തെ ഇതേ സമീപനം തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ വന്ന IMCT, ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം, അത് ഒരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറാണെന്ന് പറഞ്ഞത് രേഖ അനുസരിച്ച് 1 മാസത്തിനുള്ളിലാണ്. പക്ഷേ അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കൂടി പിന്നെയും പ്രഖ്യാപിക്കാൻ 2 മാസം എടുത്തു. 3 മാസം കഴിഞ്ഞപ്പോൾ തീരുമാനമായി. എന്നിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിട്ടും 2 മാസം കാത്തിരുന്ന് ഡിസംബർ 30-നാണ് അത് പ്രഖ്യാപിച്ചത്. 5 മാസക്കാലം. 1-ാമത്തെ മാസം IMCT എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പിന്നെയും 4 മാസം വൈകിച്ചതുപോലെ കോടതി ഈ ഹൃദയശൂന്യതയെക്കുറിച്ച് പറഞ്ഞത് ബാങ്കുകളുടെ മാത്രമല്ല, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടിയാണ്. അതൊരു റൈറ്റാണ്. അത് വേണം കേരളത്തിൽ.